തിരുനാവായയിലെ വിവാദ കൃഷിഭവൻ മാറ്റത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. കൃഷിഭവൻ മാറ്റത്തിനെതിരെയുള്ള പരാതിയിൽ 1 മാസത്തിനകം കൃഷിവകുപ്പ് ഡയറക്ടർ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. പഞ്ചായത്തിൽ ഞങ്ങൾ നിരവധി അപേക്ഷ സമർപ്പിച്ചിരുന്നു. നിർമ്മാണവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത്. വൈകിയ വേളയിലാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ അറിയപ്പെടുന്നത്. കാരണം ഇതുവരെ ഞങ്ങളോട് പല പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പല മേഖലയിലാണ് ഞങ്ങളോട് പറഞ്ഞുള്ളത്. ഒരു കർഷകരുടെ ഓഫീസ് ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു കർഷകരുടെ ഓഫീസിനോട് ബന്ധപ്പെട്ടിട്ടും ആദ്യം വിളിക്കേണ്ടത് കർഷകരെയാണ്. ഇന്ന് വരെ ഇവർ കർഷകരെ മാത്രമായിട്ട് വിളിച്ചിട്ടില്ല. അതുവരെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് കോടതി വിലക്കി. തിരുനാവായയിലെ പാടശേഖര കൺവീനർ കെ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് എൻ ആനന്ദ് മുഖേന നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടപടി. കൃഷിഭവൻ മാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവരും ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റുള്ള മേഖലയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ സ്മാർട്ട് കൃഷിഭവനുമായിട്ടുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയങ്ങളെ അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എയിനോട് ബന്ധപ്പെട്ടു. എയിനോട് സംസാരിച്ചപ്പോൾ എയ്ക്ക് അറിയില്ല, ഇവിടുത്തെ മറ്റുള്ളവർക്ക് അറിയില്ല. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒടുവിൽ പറഞ്ഞു, അത് ഇവിടുത്തെ മണ്ണ് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ പ്രദേശത്ത് മണ്ണിന് അതിന് യോഗ്യമല്ല, അതുകൊണ്ടാണ് അത് പട്ടണനടക്കാവിലേക്ക് മാറ്റുന്നതെന്നാണ് അറിയാൻ അവർ പറഞ്ഞു. അപ്പോൾ അതുപ്രകാരം നമ്മൾ അത് ചോദിച്ചു എന്നാണ്. അങ്ങനെ ഇപ്പോൾ ബോർഡ് മീറ്റിംഗിൽ ഇവർ തീരുമാനമെടുത്തു. എല്ലാം ഇവർ ഏകകണ്ഠമായി തീരുമാനമെടുത്തു അത് അവിടെ നടപ്പിലാക്കാൻ വേണ്ടി. ഭൂരിപക്ഷ കർഷകരുടെയും എതിർപ്പിനെ വകവയ്ക്കാതെയാണ് ഗ്രാമപഞ്ചായത്ത് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചതെന്ന് കർഷകർ ആരോപിക്കുന്നു. തിരുനാവായയിൽ വാടക കെട്ടിടത്തിലാണ് നിലവിൽ കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പട്ടണനടക്കാവിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് കർഷകർ രംഗത്തെത്തിയിട്ടുള്ളത്. തിരുനാവായയ്ക്ക് അനുവദിച്ചിട്ടുള്ള സ്മാർട്ട് കൃഷിഭവൻ നമ്മുടെ കർഷകരുടെ എക്കാളുടെയും ഏറ്റവും വലിയൊരു മഹത്തായ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ നമുക്കത് പാസ്സായി. നമ്മുടെ കഴിഞ്ഞ തിരുനാവായ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നമുക്ക് അതിന് വേണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കി തന്നു. പക്ഷേ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു 3 വർഷമായി. ഇന്ന് വരെ ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഞങ്ങളുടെ സ്മാർട്ട് കൃഷിഭവൻ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് നടത്തിയിട്ട് തിരുനാവായ തന്നെ സ്ഥാപിക്കാനുള്ളൊരു സാഹചര്യം അല്ല അവർ ചെയ്തിട്ടുള്ളത്. അവരിവിടെ ഈ സംവിധാനം കൈ കിട്ടി അവരെന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള കുറേ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് അവിടുത്തെ കുറച്ച് മെമ്പർമാർ ഒത്തുകൂടിയിട്ട് അവരെന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ആ പ്രദേശത്ത് അതായത് 2 വിഭാഗമാക്കി മാറ്റി പട്ടണനടക്കാവ് ഭാഗത്തേക്ക് കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവൻ നടത്തണം എന്നുള്ളൊരു തീരുമാനവുമായി കൈക്കൊണ്ടു. അതല്ലാത്ത സാഹചര്യമാണെങ്കിൽ മാത്രമേ, അവിടെ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ പട്ടണനടക്കാവിലേക്ക് മാറ്റുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് അന്ന് MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ചർച്ചയിൽ തീരുമാനമായതാണ്. പക്ഷേ ആ തീരുമാനത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഈ ഒരു സ്ഥലം പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഇപ്പോൾ വീണ്ടും അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം. അപ്പോൾ ഒരു തീരുമാനം ഒരു യോഗത്തിൽ എടുത്തിട്ട് ആ തീരുമാനം നടപ്പിലാക്കാതെ മറ്റൊരു വിഷയമായി മുന്നോട്ട് പോകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഞങ്ങളൊക്കെ അവഹേളിക്കുന്നതിന് കൂടി തുല്യമാണ്. അതും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അറിയിക്കുക.